ഹലോ ഗായ്സ്, അപ്പം നീ ആരാടി എൻ്റെ ഡ്രസ്സ് കഴുകാൻ പറയാൻ? നിനക്ക് എന്ത് അധികാരമടി, നിൻ്റെ എന്താ അവകാശമടി എന്നൊക്കെ ചോദിച്ചിട്ട് ആക്രോശിക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ നിവിനാണ്. നിവിൻ ആരോടാണ് പറയുന്നതെന്നല്ലേ? റെനയോടാണ്. അതിന് മുന്നായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ലൈവ് അപ്ഡേറ്റ്സ് ഉണ്ട്. മലയാളം ബിഗ് ബോസ് voting.com സന്ദർശിച്ച് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് പോൾ ചെയ്യൂ. നിങ്ങളുടെ വോട്ട് അവിടെ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ലൈവ് അപ്ഡേറ്റ്സ് വന്ന് നോക്കുക. ലൈവ് അപ്ഡേറ്റ്സിലിരിക്കുക. ഓരോരുത്തർക്കും കിട്ടുന്ന വോട്ടുകൾ കൃത്യമായിട്ട് അവിടെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒഫീഷ്യൽ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങൾ വോട്ട് ചെയ്യാൻ മറക്കണ്ട. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഒരു ദിവസം ഒരു ദിവസം ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. രാത്രി 10 മണി വരെയാണ് നമ്മളുടെ പോൾ സിസ്റ്റം. അപ്പോൾ ഓക്കെ, ഇതിപ്പം നിവിൻ റെനയോട് പറയുവാണ്. റെന തുണി കൂട്ടി ഒരുപാട് ഇട്ടിരിക്കുന്നു. അപ്പോൾ അത് നിവിൻ ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് ഇട്ടിരിക്കുന്നു. അപ്പോൾ റെന രാവിലെ തൊട്ട് നിവിനോട് പറയുന്നു, എൻ്റെ തുണി കഴുകുക, എൻ്റെ ക്ലോത്ത്സ് വാഷ് ചെയ്യുക, എൻ്റെ തുണി വാഷ് ചെയ്യുക എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിവിനെ ഡിസ്റ്റർബ് ചെയ്തു എന്നുള്ളതാണ് നിവിൻ പറയുന്നത്. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു, അത്രയും നീ കഴുകണ്ട. അപ്പോൾ കഴിഞ്ഞ വീക്കിലെയും അതിൻ്റെ അങ്ങേ വീക്കിലെയും ഒക്കെ എനിക്ക് കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ റെന എന്തോ തുണി കഴുകാതെ ഇങ്ങനെ കൂട്ടി ഇടുന്നൊരു സ്വഭാവം തോന്നുന്നു. എനിക്ക് തോന്നുന്നു പല ആൾക്കാരും അവിടെ കറക്റ്റായിട്ട് കുളിക്കുന്നൊന്നുമില്ല. മെനഞ്ഞാന്ന് 2 ദിവസമായിട്ട് ഒരേ ഡ്രസ്സ് തന്നെയാണ് നൂറായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കുളിയും ജപമൊന്നും ഇല്ല. അധികം ആൾക്കാർക്ക് ഈ കുളിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഈ രേണു സുധിയെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത്. പല ആൾക്കാരും ഇവിടെ കുളിക്കാതൊക്കെ നടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പം റെന ഫാത്തിമ എപ്പോഴും തലയിൽ കയ്യുമാണ്. റെന ഫാത്തിമയുടെ തലയിലും ഇഷ്ടംപോലെ പേനുണ്ടെന്നാണ് അവിടെ അന്ന് പറഞ്ഞത്. അപ്പോൾ റെന ഫാത്തിമ ഇങ്ങനെ തുണിയൊന്നും കഴുകാതെ എപ്പോഴും വാഷ് ചെയ്ത തുണി ഇങ്ങനെ കൂട്ടി ഇടുന്ന സ്വഭാവമാണ്. അപ്പോൾ അതാണ് നിവിൻ പറയുന്നത്, നിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ അതിൻ്റെ അങ്ങേ ആഴ്ചത്തെ ഒന്നും തുണി കഴുകലല്ല എൻ്റെ പണി. അപ്പോൾ പറഞ്ഞാൽ അത് നീ കഴുകണ്ട. ഈ ആഴ്ചത്തെ 7 ജോഡി ഡ്രസ്സ് ഉണ്ടെന്ന്. ഇപ്പം 4-5 ദിവസമായതുള്ളൂ ലാലേട്ടൻ പോയിട്ട്. 7 ജോഡി ഡ്രസ്സൊക്കെ എങ്ങനെ വന്നു? അപ്പോൾ 7 ജോഡി ഡ്രസ്സ് ഉണ്ടെന്നാണ് റെന പറയുന്നത്. അപ്പോൾ പറഞ്ഞ്, എനിക്ക് സൗകര്യമില്ലടി കഴുവാൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നിവിൻ വന്ന് റെനയുടെ മുന്നിൽ ഭയങ്കരമായിട്ട് കിടന്നു ഒച്ചപ്പാട് വെക്കുകയാണ്. അപ്പോൾ പറയുന്നത്, ലാലേട്ടൻ പറഞ്ഞതാണ്, ഞാനല്ല പറഞ്ഞത്. ലാലേട്ടൻ പറഞ്ഞത് നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. നീ ഒന്ന് ചെയ്യിപ്പിച്ച് കാണിരടി എന്നെക്കൊണ്ട് എന്ന് പറഞ്ഞ് നിവിൻ റെനയുടെ മുന്നിലേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് വഴക്കിടുവാണ്. അപ്പോൾ റെന പറഞ്ഞു, ചെയ്യിപ്പിക്കും. ലാലേട്ടൻ പറയുന്ന കാര്യം നീ ചെയ്തില്ലെങ്കിൽ ലാലേട്ടനെ നീ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. നിനക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? നിനക്ക് മാത്രം എന്താണ് പ്രത്യേകത? അപ്പോൾ ചോദിച്ചു, നിനക്ക് അങ്ങനെ തോന്നിയോ എനിക്ക് വലിയ പ്രത്യേകതയുണ്ടെന്ന്? അപ്പോൾ പറഞ്ഞാൽ, എനിക്കങ്ങനെ തോന്നി. അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടടി, കണക്കായിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, നീ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷമാണ് നിനക്ക് ഇങ്ങനെയുള്ള സ്വഭാവമൊന്നും. അപ്പോൾ പറഞ്ഞു, ആണെങ്കിൽ കണക്കായിപ്പോയിടി, എനിക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടായി കണക്കായിപ്പോയിടി എന്നും പറഞ്ഞിട്ട് നിവിൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. നിവിൻ കിടക്കുമായിരുന്നു അവിടെ മേക്കപ്പ് ഏരിയ, അവരുടെ ഈ ഒരുങ്ങുന്ന സ്ഥലത്ത് അവിടെ കിടക്കുമായിരുന്നു. കിടക്കുന്ന സമയത്താണ് ഇവിടെ ഇരുന്ന് റെന പറയുന്നത്, തുണി കഴുകുക, വാഷ് ചെയ്യുന്നു. അപ്പോഴാണ് നിവിൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് ചാടി എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നത്. അപ്പോൾ റെനയും അതിലേയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ എന്തായാലും രാവിലത്തെ വീക്കിലി ടാസ്കിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അതൊന്ന് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ തുടങ്ങാനായിട്ട് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു വോയിസ് ഇടുന്ന സമയത്ത് തന്നെ അവിടെ വീക്കിലി ടാസ്ക് തുടങ്ങാനായിട്ട് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ റെന എന്ന് പറയുന്ന കുട്ടി ഒരുപാട് ഈ തുണികൾ കൂട്ടിയിട്ട് കറക്റ്റായിട്ട്, നമ്മളിപ്പോൾ എല്ലാവരും കുളിച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുളിച്ച് വന്നാൽ അപ്പം തന്നെ വൈകുന്നേരം ആ തുണി അവിടെ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് പോരുന്നതാണ് എപ്പോഴും വൃത്തി. അപ്പം നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഇങ്ങനെ കൂട്ടി മുഷിഞ്ഞ തുണികളെല്ലാം കൂട്ടിയിടേണ്ട ഒരു അവസ്ഥ വരില്ല. അപ്പോൾ അതായിരിക്കും ബെറ്റർ. പക്ഷേ ഈ റെന തുണികൾ ഒരുപാട് കൂട്ടിയിട്ടേക്കുന്നത്. കാരണം കഴിഞ്ഞ വീക്കിലൊക്കെ തുണികളെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീക്കിലും കൃത്യമായിട്ട് വാഷ് ചെയ്തിട്ടില്ല. അതിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് നിവിൻ ഇത്രയും മാത്രം ആക്രോശിക്കുന്നത്. എനിക്ക് സൗകര്യമില്ലടി, നീ 2-3 ആഴ്ചയായിട്ട് ഇട്ടേക്കുന്ന തുണിയാണെന്ന്. അപ്പോൾ ഈ എല്ലാവരുടെയും ഇപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത്. ഇപ്പം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളവിടെ ഫുള്ള് ശത്രുതയാണ്, അപ്പം നിങ്ങൾ ഓരോരുത്തരും പരസ്പരം അവരവരുടെ തുണികൾ കഴുകണം എന്ന് പറഞ്ഞിട്ട് ഒരു ലോട്ട് ഇട്ടിട്ടാണ് എല്ലാവർക്കും ആ ഒരു ഇത് കിട്ടിയത്. അപ്പം ഓരോരുത്തർക്കും ആരുടെ തുണിയാണോ കഴുകേണ്ടത് എന്നനുസരിച്ച് തുണി കിട്ടിയിട്ടുണ്ടായിരുന്നു. തുണി കഴുകാനുള്ള ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് റെനയുടെ തുണി നിവിൻ കഴുകണം എന്നുള്ളത് വന്നത്. അപ്പോൾ അത് റെന ഇങ്ങനെ കൂട്ടി ഇടുന്നത് കൊണ്ടാണോ അതോ നിവിൻ്റെ മടി കൊണ്ടാണോ? നിവിൻ അല്ലെങ്കിൽ കുറച്ച് മടിയുള്ള ആളാണല്ലോ, എപ്പോഴും ഇങ്ങനെ കിടക്കണോ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും നിവിൻ ഒരിക്കലും കഴിവില്ല എന്ന് പറയുകയാണ്. നീ ലാലേട്ടനോട് പോയി പറഞ്ഞുകൂടി, അതിനുള്ള ശിക്ഷ ഞാനങ്ങ് സ്വീകരിച്ചോളാം, എന്നെയല്ലേ ശിക്ഷിക്കുന്നത്, ഞാനങ്ങ് സഹിച്ചോളാടി എന്നൊക്കെയാണ് പറയുന്നതിൽ. അപ്പോൾ ആ ഒരു സംഭവം
സംഭവമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും പരസ്പരം തുണി കഴുകാനുള്ള എനിക്ക് അതങ്ങോട്ട് ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഓരോരുത്തരും എനിക്ക് തോന്നുന്നു അണ്ടർ ഗാർമെൻറ്റ്സ് ഒന്നും കൊടുക്കില്ലായിരിക്കും, എന്നാലും അവനവൻ്റെ തുണി വേറൊരാൾക്ക് കഴുകാൻ കൊടുക്കുന്നതൊക്കെ അതൊരു വല്ലാത്ത ഒരു ചീപ്പ് ഗെയിമായി പോയി. അത് ബിഗ് ബോസിൻ്റെ എനിക്ക് അതിനോട് അംഗീകരിക്കാൻ പറ്റിയില്ല. ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും വീഡിയോ ഇടാഞ്ഞതാണ്. എനിക്കതെന്തോ മറ്റുള്ളവരുടെ ഇപ്പം എൻ്റെ തുണി വേറൊരാളിനെ കൊണ്ട് കഴുകിക്കുക എന്നുള്ളത് എനിക്കും ബുദ്ധിമുട്ടാണ്. അവരുടെ തുണി ഞാൻ കഴുകുക എന്നുള്ളത് എനിക്ക് അതും ബുദ്ധിമുട്ടാവും അല്ലേ. നമ്മൾ അങ്ങനെ വേറെ അന്യ ആൾക്കാരല്ലേ, നമ്മുടെ വീട്ടിലുള്ളവരല്ലേ. അപ്പോൾ പ്രത്യേകിച്ചും വാഷിംഗ് മെഷീൻ ഇല്ല, കൈ കൊണ്ട് കഴുകണ്ടേ. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ അവസ്ഥയിലായിരിക്കുമല്ലോ തുണി. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 7ൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു 7ൻ്റെ പണികളൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടുന്നത്. അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സർവൈവ് ചെയ്യുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. നമ്മളിവിടെ ഇരുന്ന് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് ശരിയാണ്, ഉറക്കമൊഴിയുന്നു കാണുന്നു ഇതെല്ലാം, എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മളത് എല്ലാവരുടെ അടുത്ത് റിവ്യൂ പറയുന്നത് അതൊക്കെ കറക്റ്റാണ്. പക്ഷേ എന്നാലും അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിന് പേയ്മെൻറ്റ്, അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് ഓരോ ദിവസവും ഇത്ര രൂപ പേയ്മെൻറ്റ് അനുസരിച്ച് കിട്ടുന്നത് കൊണ്ട് അവർക്ക് പറ്റും. അപ്പോൾ എന്തായാലും റെനയുടെ തുണി കഴുകില്ല എന്ന് നിവിൻ വാശി പിടിച്ചിരിക്കണം. നീ കൊണ്ടുപോയി കേസ് ഓടടി എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട്. അപ്പം നിവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം റെന ഇങ്ങനെ തുണികൾ കൂട്ടിയിട്ട് ഇട്ടിരിക്കുന്നത് കാരണം തന്നെ 7 ജോഡിയൊക്കെ ഒരുമിച്ച് എങ്ങനെ കഴിയും. ഒന്നാമത്തെ കാര്യം റെനയുടെ തുണി തന്നെ ഭയങ്കര കട്ടിയുള്ള ഈ ജീൻസ് പോലുള്ള പാൻറ്റൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് തന്നെ ആയിരിക്കും നിവിന് ദേഷ്യം വരുന്നത്. കാരണം സാധാരണ മറ്റുള്ളവരിടുന്ന കണക്കുള്ള നൈസായിട്ടുള്ള കുറച്ച് ഇതായിട്ടുള്ള ഡ്രസ്സുകളല്ല റെനയെല്ലാം. ഒരുമാതിരി ജീൻസിൻ്റെ തലപ്പ് ഭയങ്കര കട്ടിയായിട്ടുള്ള പാൻറ്റും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇടുന്നത്. കഴുകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആണോ എന്തോന്നറിയില്ല, അതോ ഇനി ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടാണെന്നറിയില്ല. എന്തായാലും നിവിൻ കഴുകില്ല എന്നുള്ളൊരു പിടിവാശിയിൽ അവിടെ കിടന്ന് വീണ്ടും ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് വയ്ക്കുന്നുണ്ട്, വിളിച്ചു പറയുന്നുണ്ട്. കഴുകാൻ പറ്റില്ലടി കഴുകാൻ പറ്റില്ല, നീ കൊണ്ട് ഈ കേസ് ഓടടി എന്നൊക്കെയാണ് നിവിൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നിവിനും നമ്മുടെ എന്താ പറയുന്നത് റെനയും തമ്മിലുള്ള ഒരു ഫൈറ്റ് എവിടം വരെ ആവും എന്നൊക്കെ കാണാം. ഇപ്പം ലൈവിൽ എല്ലാവരും ടാസ്ക് ചെയ്യാനായിട്ട് ഫാക്ടറി വർക്കേഴ്സിന് ടാസ്ക് ചെയ്യാനുള്ളൊരു സംഭവം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ ടാസ്ക് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ഇന്നലത്തെ ആ ഒരു സംഭവം ജിസേലിൻ്റെയും ആരിൻ്റെയും സംഭവം രാവിലെ ഒന്നും ആവാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. രാവിലെ എന്തായാലും ഉപ്പുമാവൊക്കെ കഴിച്ചു. ഇത് തന്നെയല്ലേ നമ്മളെല്ലാവരും പറയുന്നത്, ആരിനെയും ജിസേലും അവിടെ വന്ന അന്ന് മുതൽ തന്നെ സ്വന്തമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് പോകുന്നു. അവർ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നു, പൊട്ടറ്റോ അടിച്ചു മാറ്റുന്നു, ക്യാരറ്റ് അടിച്ചു മാറ്റുന്നു, പഞ്ചസാരയും കോഫി പൗഡർ അടിച്ചു മാറ്റുന്നു. ഇത് തന്നെയല്ലേ അനീഷ് ആയാലും മറ്റുള്ളവരായാലും അനുമോളായാലും പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്നും അംഗീകരിക്കാൻ അന്ന് ഹൗസ് മേറ്റ്സ് തയ്യാറല്ലായിരുന്നു. ഇപ്പോൾ അപ്പാനി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ബുദ്ധി ഉദിച്ചു. കാരണം അപ്പാനി കുഷാന്നും പറഞ്ഞ് അനുമോളുടെ കുറ്റം മാത്രം പറഞ്ഞു കൊടുത്ത് അവരുടെ എല്ലാം തലയിൽ അനുമോളുടെ കുറ്റമായിരുന്നു. ഇന്നലെ അക്ബറൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പല ആൾക്കാരും എല്ലാവരും അനുമോളുടെ അടുത്തേക്ക് ചെന്ന് ഇരിക്കാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. കാരണം പുറത്തെ പൾസെറിഞ്ഞ് കളിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതിൻ്റെ തെളിവാണ്. പ്രത്യേകിച്ചും അഖിൽമാരെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി അനുമൊക്കെ പുറത്ത് സപ്പോർട്ടുണ്ടെന്ന്. പക്ഷേ നന്നായിട്ട് കളിച്ചാൽ പലർക്കും കയറി വരാം, പലവർക്കും മുന്നോട്ട് കയറി വരാവുന്നേ ഉള്ളൂ. കാരണം ഓരോ ദിവസവും കളിയുടെ ഗതി മാറും മക്കളെ. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.